2010 ചോദിച്ച 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഓൺ ദി ബേസ് ഓഫ് ദ എബോവ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് എന്താണ് മിഷൻ ഹവർ റേറ്റ്. അറിയാം, മിഷൻ ഹവർ റേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓവർ ഹെഡ് കിട്ടണം ഡിവൈഡഡ് ബൈ അത് ഏത് ഓവർ ഹെഡാവും നമ്മൾ ചെയ്യുന്നുണ്ടാവും? സ്വാഭാവികമായിട്ടും ബഡ്ജറ്റഡ് ഓവർ ഹെഡാണ്, ഞാൻ പറഞ്ഞിരുന്നു. ഡിവൈഡഡ് ബൈ ഏതാണ്? മിഷൻ ഹവേഴ്സ്. ഇനി അടുത്തൊരു സാധനം കൂടെ ഉണ്ട്, ഏതാണ്? ഓവർ ഹെഡ് അണ്ടറും പിന്നെ ഏതാണ്? ഓവറാണ്. എങ്ങനെ അറിയാം? അബ്സോർബ്ഡ് ഓവർ ഹെഡും പിന്നെ ഏതും കാണാം? ആക്ച്വൽ ഓവർ ഹെഡും കണ്ടാൽ അതിൻ്റെ ഡിഫറൻസ് ആണ് ഏത്? അണ്ടർ അല്ലെങ്കിൽ ഏതാണ്? ഓവർ. അത്ര. അപ്പോൾ ഈ ഒരു സാധനം സിമ്പിൾ സാധനം ഒന്നും പറയില്ല, നമുക്ക് കൂടെ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ വായിക്കും. എന്താ? ഒരാഴ്ചയിൽ എത്ര നോർമൽ വർക്കിംഗ് പെർ വീക്ക്? 42 വീക്ക്. നോർമൽ വർക്കിംഗ് പെർ വീക്ക് 42. അടുത്തേതാ? എന്തോ 42 ഹവറാണ്. യെസ് ഹവേഴ്സ് ആക്കണേ. നോർമൽ വർക്കിംഗ് പെർ വീക്ക്. അപ്പോൾ അല്ലേ ശരി? ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ വർക്കും? 42 മണിക്കൂർ അല്ലേ? ഓക്കെ. പിന്നെ എത്ര നമ്പർ ഓഫ് മിഷൻ ഉണ്ട്? 14. നമ്പർ ഓഫ് മിഷൻ എത്ര? 14. ഓക്കെ. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? നോർമൽ വീക്കിലി ലോസ് ഓഫ് ഹവേഴ്സ് ഓൺ മെയിൻ്റനൻസ്. എത്ര മണിക്കൂർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടും? 5 മണിക്കൂർ. 5 ഹവേഴ്സ് പെർ മിഷൻ. ഓക്കെ, ഗ്രേറ്റ്. ഒരു മിഷനാണ് എത്ര? ഒരു മിഷനാണ് 5. നമ്പർ ഓഫ് വീക്സ് ഓവർ പെർ ഇയർ. എത്ര വീക്ക് ഉണ്ട്? ശരിക്കും 52 ഉണ്ട് അല്ലേ? പക്ഷെ ലീവൊക്കെ ഉണ്ടാവുമല്ലേ? വർക്ക് ചെയ്യുന്ന എത്രയേ ഉള്ളൂ? 48 ഉള്ളൂ. എസ്റ്റിമേറ്റഡ് ആനുവൽ ഓവർ ഹെഡ്. അപ്പോൾ ഏത് കിട്ടി? നോമിനേറ്റർ കിട്ടി. ഇതാണ് ബഡ്ജറ്റഡ്. ഏത്? ഇതാ ഈ സാധനം ഫസ്റ്റിൽ എഴുതാണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത സാധനം നല്ല ശ്രദ്ധിക്കണം. ഒന്നുമില്ല, ആക്ച്വൽ റിസൾട്ടാണ് ഇത് വെച്ചിട്ട് നമ്മൾ അണ്ടർ ഓവറൊക്കെ എന്ത് ചെയ്യുക? കാണും അല്ലേ ഇവിടെ? ഓക്കെ, ആക്ച്വൽ റിസൾട്ട് എത്രയുള്ളത്? അതും ശ്രദ്ധിക്കണം. അതൊരു വർഷത്തല്ല, 4 ആഴ്ചയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 10,200 ഓവർ ഹെഡ് ആക്ച്വലി ഇൻക്വയർ ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഇത് 4 ആഴ്ചയിലാണ്. നമുക്കിവിടെ എത്ര ആഴ്ച ഉണ്ട്? ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യണം? പറയും. 10,200 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4 ഇൻറ്റു എത്രയാണ്? 48. അപ്പോൾ എത്ര വരും? 1,00,000. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? ഇപ്പോൾ അണ്ടർ ഓവർ ഇപ്പോൾ കിട്ടും. അണ്ടർ ഓവർ ഇപ്പോൾ കിട്ടും. ബഡ്ജറ്റ് ഏതാ? 1,24,320 അല്ലേ? മൈനസ് ആക്ച്വൽ എത്രയാ? ഇല്ല സോറി, ബഡ്ജറ്റഡ് അല്ല. ഏതാ? അബ്സോർബ്ഡ് ആവണം. കാരണം ബഡ്ജറ്റ് ചെയ്ത് തന്നെ അബ്സോർബ്ഡ് ആവണമെന്നുണ്ടാ? പറയാം. 1,00,000 കുട്ടികൾ, 1,00,000 റെൻറ്റ്. ഇതാണ് ഓവർ ഹെഡ്. എത്ര കുട്ടികളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്? 100. അപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപ ചാർജ് ചെയ്യും? 1000. ഇതിൽ ബഡ്ജറ്റഡ് ആണിത്. വേറെ എക്സാമ്പിൾ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അബ്സോർബ്ഡ് എന്നെങ്ങനെ കാണാം? എത്ര കുട്ടികൾ വന്നു? 120 കുട്ടികൾ. ഒരു കുട്ടിയിൽ നിന്ന് എത്ര കവർ ചെയ്തു? 1000 അല്ലേ? അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ അബ്സോർബ് ചെയ്ത്? 1,20,000. ആക്ച്വലി റെൻറ്റ് എത്ര വന്ന്? 1,10,000. 1,00,000 തന്നെ ആവണമെന്നില്ലല്ലോ. ഓക്കെ ആണോ? അപ്പോൾ മനസ്സിലായില്ലേ? ബഡ്ജറ്റഡ് എത്ര? 1,00,000. അബ്സോർബ്ഡ് എത്ര? 1,20,000. ആക്ച്വൽ എത്ര? 1,10,000. ഓക്കെ ആണോ? ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് കാണണം? നമുക്കിവിടെ ആക്ച്വൽ അറിയാം. എത്രയാ? തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടെത്തിയതാ. 1,22,400. പിന്നെ ബഡ്ജറ്റും അറിയാം. ഇനി എന്ത് കാണണം? അബ്സോർബ്ഡ് കാണണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ?
ഈ എക്സാമ്പിൾ ഇനിയും പറയണം, അത് ഓർമ്മയില്ല, നമ്മൾ പണ്ട് പറഞ്ഞ് എഴുതിയ എക്സാമ്പിളാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരില്ലല്ലോ. മുഖം കണ്ട ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരി ഒരു എക്സ്പ്രഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ശ്രദ്ധിക്കാം. DP ഏതാ, പെപ്പ് ഏതാ, എന്താണോ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് പറഞ്ഞത് അത് ഹൈലൈറ്റ് ചെയ്യാം. 2 കാര്യങ്ങളാണ് പറഞ്ഞുള്ളത്. ഒന്ന് എന്ത് കാണാനാണ്, ഫസ്റ്റ് വായിക്ക്, വേഗം നോക്കി വായിക്ക്. നമ്പർ 1 ഏതാ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ, മിഷൻ ഹവർ റേറ്റ്. എങ്ങനെ കാണാം, മിഷൻ ഹവർ റേറ്റ് ഈസ് ഈക്വൽ ടു പറയും ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മിഷൻ ഹവേഴ്സ്. ഓക്കെ അല്ലേ? എഫക്റ്റീവ് എന്നുള്ളത് വേണമെങ്കിൽ എഴുതാം, ചില ക്വസ്റ്റ്യനിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ചിലതിൽ ഉപയോഗിക്കാം, ഇറ്റ്സ് അപ് ടു യു. എഫക്റ്റീവ്. ദെൻ അപ്പുറത്ത് നമ്പർ 2 എന്താ പറഞ്ഞുള്ളത്, എടാ വായിക്കടാ, എമൗണ്ട് ഓഫ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താ, അണ്ടർ ഓർ ഏതാണ് അറിയില്ലല്ലോ, ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഏതാ, ഓവർ ഹെഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഏതാ, അബ്സോർബ്ഡ് ഓവർ ഹെഡ്. രണ്ടാമത്തെ പോയിൻ്റ് ഏതാ, ആക്ച്വൽ ഓവർ ഹെഡ്. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർ ഓവറോ എന്നുള്ളത് അറിയില്ല, വെയിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിലെന്താ എഴുതാനുള്ളത്, ഇപ്പോൾ അറിയുന്ന സാധനം എന്താ, നമുക്ക് ഡയറക്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻ എന്താ, എസ്റ്റിമേറ്റഡ് ആനുവൽ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് നമുക്ക് എഴുതാൻ യാതൊരു പ്രയാസമില്ലല്ലോ. അതെടുത്ത് എഴുതാം, 1,24,320. എടാ സ്വന്തം ക്വസ്റ്റ്യനിൽ വിരൽ വെച്ച് ഇരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ മിഷൻ ഹവേഴ്സ് എന്ത് ചെയ്യണം, കാണണം. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതിലേക്കാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, ക്ലിയർ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ, 1. കമ്പ്യൂട്ടേഷൻ ഓഫ് പറയടാ മിഷൻ ഹവേഴ്സ്. എന്തൊക്കെയാണ് മിഷൻ ഹവറുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത് ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ, ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നോർമൽ ഏതാണ്, വർക്കിംഗ് ഹവേഴ്സ് പെർ വീക്ക്. ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യും, 42 ഹവേഴ്സ്. ഇമാജിൻ ചെയ്യട്ടോ, ഒരാഴ്ചയിൽ എത്ര മണിക്കൂറാണ്, 42 മണിക്കൂർ അല്ലേ? ഇമാജിൻ ചെയ്യില്ലേ? ഓക്കെ. അടുത്തേതാ, എത്ര മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, നമ്പർ ഓഫ് മെഷീൻസ്. എത്ര മെഷീൻ ഉണ്ട്, 14 മെഷീൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരാഴ്ചയിൽ 42 മണിക്കൂർ ഒരു മെഷീൻ്റെ കഥയല്ലേ പറയുന്നത്. അങ്ങനെ എത്ര മെഷീൻ ഉണ്ട് ഇവിടെ, 14. അങ്ങനെ എത്ര ആഴ്ച ഉണ്ടെന്ന് അറിയണ്ടേ? അടുത്താണ് നമ്പർ ഓഫ് ഏത്, വീക്ക് പെർ ആനം. എത്രയാണ്, 48. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം, ടോട്ടൽ ആനുവൽ വർക്കിംഗ് ഹവേഴ്സ് കണ്ടൂടെ? ഓക്കെ, ഹവേഴ്സ് ബൈ ദ മിഷൻ എങ്ങനെ കാണാം പറയൂ. 42 ഹവേഴ്സ് വെച്ച് 14 മെഷീന്, 14 ആളുകൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഇൻറ്റു 48 ഏതാണ്, വീക്ക്. ഇങ്ങനെ ഈ വീക്ക് മിഷന് ഹവറൊക്കെ എഴുതി വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ കിട്ടും. ഓക്കെ അല്ലേ? നോക്കുന്ന ആൾക്കും ഇത് വെച്ചിട്ട് നിങ്ങളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക്. എടാ നിങ്ങളാണ് ആലോചിച്ച് നോക്കുന്നത്, നിങ്ങൾ നോക്കാതിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ ഈ ഹവറും മെഷീൻ ഇതൊക്കെ തന്നെ എഴുതി കണ്ട നിങ്ങൾ ഇമ്പ്രസ്ഡ് ആവില്ലേ? അങ്ങനെ ഒരു ഇമ്പ്രഷൻ മതി നിങ്ങളുടെ തലവര മാറ്റാൻ. ഓക്കെ അല്ലേ? അപ്പം ഇനി ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഫാക്കൽറ്റീസൊക്കെ പറയുന്നുണ്ടാവും, വേണം നമുക്ക് മെയിൻ കണ്ടൻറ്റ് എഴുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ എന്തായാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, 42 × 14 × 48 എഴുതിയാലാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവർ പരിഗണന കൂടുതൽ തരാൻ, ഇമ്പ്രസ്ഡ് ആവ് കൂടുതൽ ഏതാ, മുകളിലല്ലേ? അല്ലേ? അതൊരു ഇതല്ലേ? ഓക്കെ. അല്ലാതെ ഇതുകൊണ്ട് മാർക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ലിഖിതമായ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ എത്ര ടോട്ടൽ ഹവേഴ്സ് വരാം, 28,224 ഹവേഴ്സ് വരും. ഓക്കെ അല്ലേ? ക്ലിയർ? പക്ഷെ ഇത്രയും ഹവർ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതിലടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്, നോർമൽ. വായിക്കടാ, വീക്കലി ഹവേഴ്സ് ലോസ് ഓൺ മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് കൊണ്ട് 5
മണിക്കൂർ പെർ മിഷനാണ്. അതും എങ്ങനെ പറഞ്ഞുള്ളത് വീക്കിലിയാണ്. ഒരാഴ്ച 5 മണിക്കൂർ. അപ്പോൾ എത്ര ആഴ്ച ഉണ്ട് മൊത്തം? 48. അങ്ങനെ എത്ര മെഷീനുണ്ട്? 14 മെഷീൻ. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ടോട്ടൽ ഹവേഴ്സ് ലോസ്റ്റ്. എങ്ങനെയാണ് പറഞ്ഞേ? ഹവേഴ്സ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ഹവേഴ്സ് വെച്ചിട്ട് ഒരാഴ്ച. അപ്പം എത്ര ആഴ്ച ഉണ്ട്? 48 വീക്ക് ഉണ്ട്. അങ്ങനെ എത്ര മെഷീന്? 14 അല്ലേ? മുകളിൽ നമ്മൾ വർക്ക് ചെയ്ത് എഴുതി, ഇവിടെ എന്തെഴുതി? ലോസ് എഴുതി. ഓക്കെ അല്ലേ? 14 എന്തായിരുന്നു? മെഷീൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും? 3360. ഓക്കെ അല്ലേ? സോ ദെർഫോർ ദ എഫക്റ്റീവ് ഹവേഴ്സ് എത്ര ഉണ്ടാവുക? പറയും. 28, 22, 4 ഹവേഴ്സ് എഴുതണ്ടേ? ലാസ്റ്റ് പറയല്ലേ? -3360 ഹവേഴ്സ് എത്ര വരും? 24,864 ഹവേഴ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ കാൽക്കുലേഷൻ സെറ്റ് അല്ലേ? കഴിഞ്ഞു. ഡിനോമിനേറ്ററായി. ഓക്കെ ആണോ? ഇതെവിടെ കൊണ്ടുപോയിട്ട് എഴുതാം? മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതാം. 24,864 എത്ര വരും? 24,864 ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെറ്റ്. റുപ്പീസ് ഏതാണ്? 5 പെർ മിഷൻ ഹവർ. വീണ്ടും പറയണ ഹവർ. ഹവർ പറഞ്ഞ ആൾക്ക് തല കൊടുക്കുക അപ്പുറത്തുള്ള ആൾ. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? പോട്ടെ. അടുത്തത് നമുക്ക് ഇനി എന്ത് കാണണം? അബ്സോർബ്ഡ് ഓവർഹെഡ് കാണണം. അബ്സോർബ്ഡ്. അപ്പോൾ നമ്മൾ എത്രയാണ് പ്രതീക്ഷിച്ചത്? ഇത്ര ഹവേഴ്സ്. നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ കഥ പറഞ്ഞ പോലെ അല്ലേ ഇവിടെ സ്റ്റുഡൻ്റാണ്. അഞ്ച് സ്റ്റുഡൻ്റ് ആക്കത്. എത്ര സ്റ്റുഡൻറ്റ് വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? 24,864. അങ്ങനെയാണ് നമ്മൾ 1,24,320 റുപ്യ വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റ്. നമുക്ക് ഇവിടെ വരുന്ന IIMൻ്റെ മൊത്തം കോസ്റ്റ് 1,24,320 ഓവർഹെഡ്. ഒരു സ്റ്റുഡൻറ്റിനെ നിന്ന് എത്ര റുപ്യ വെച്ച് കവർ ചെയ്യും? 5 വെച്ചിട്ട്. ഇനി എത്രയാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നതിന് അബ്സോർബ് ചെയ്യുക. എത്ര റിക്കവർ ചെയ്തുള്ളത് പറയാൻ പറ്റുമോ നമുക്ക്? എത്ര റിക്കവർ ചെയ്തത്? 1,20,000. എങ്ങനെ 1,20,000 വന്ന് റിക്കവർ? ഈ പറയണ്ട 1,20,000. ആക്ച്വൽ എത്ര അഡ്മിഷൻ എടുത്തെന്ന് അറിയണ്ടേ കുട്ടികൾ? ഇവിടെ അഡ്മിഷന് പകരം ഏതാണ്? ആക്ച്വൽ ഏതാണ്? മിഷൻ ഹവേഴ്സ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് മിഷൻ ഹവേഴ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ അല്ലേ? എത്ര ഉള്ളത്? പറയൂ മക്കളെ. 2000 അല്ലേ? അതാണ് ആക്ച്വൽ. അത് എത്ര? അതാ ഞാൻ പറഞ്ഞു മുകളിൽ മെയിനായിട്ട് പോയിന്റ് ഉണ്ട്. എന്താ? 4 ആഴ്ചയിലാണ് ആക്ച്വലി എത്ര ഉള്ളത്? 2000. 2000 കുട്ടികൾ അഡ്മിഷൻ എടുത്താ. അതെപ്പോ? റെസ്പെക്ട് 4 വീക്കിനാണ് എത്ര? 2000. അപ്പോൾ ഒരു വീക്കിൽ എത്ര വരും? 500 ഇൻറ്റു മൊത്തം എത്ര വീക്ക് ഉണ്ട്? 48. അപ്പോൾ എത്ര വരും? കുറിഞ്ഞതാ? ഞാൻ എഴുതാം. വർക്കിംഗ് നോട്ടായിട്ട് എഴുതാം. ഇവിടുത്തെ ഇക്വേഷൻ എന്താ? അപ്പോൾ ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു ഏതാ? ഈ സാധനം 5 അതിനെല്ലാം കണ്ടുള്ള ഇൻറ്റു ഏതാ? മിഷൻ ഹവർ. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കുട്ടികളുടെ കഥ പറഞ്ഞില്ല റെൻറ്റിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുട്ടികൾ 100 പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ? ആ 100 ഈക്വലാണ് ഇവിടെ എത്ര? 24,864. ഇനി എത്ര കുട്ടികൾ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് എന്ത്? ആക്ച്വൽ ഹവേഴ്സ് പോലെ ഉപമിക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. എന്താ? ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 2000 ഹവേഴ്സ് ഫോർ 4 വീക്സ്. ഇനിയപ്പോൾ അടുത്ത ചോദ്യമാണ് 2000 ഹവേഴ്സ് 4 വീക്കാണെങ്കിൽ 48 അല്ലേ? 48 വീക്കിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് എങ്ങനെ കാണാം? അപ്പോൾ എത്ര പറഞ്ഞു? 24,000 ഹവേഴ്സ്. ഓക്കെ അല്ലേ? ഗ്രേറ്റ് ഇടാ മോനെ. ഓക്കെ. 24,000 മുകളിൽ കൊണ്ടുപോയിട്ട് ചാമ്പട്ടെ. 24,000
ഹവേഴ്സ് ഇൻറ്റു ഏതാണ് 5. ഓക്കെ അല്ലേ? ക്ലിയർ? എത്ര വരും? 1,20,000. അതാണ് ഏത്? അബ്സോർബിൾ. ഇനി അടുത്ത് നിങ്ങൾക്കൊരു ഒരു ഒരു ഇത് വരാം. ആക്ച്വൽ ഓവർഹെഡ് എത്രയെന്ന് കൂടെ കണ്ടെത്തുക. ആക്ച്വൽ ഓവർഹെഡ് ഇതേപോലെ തന്നെ ആക്ച്വൽ ഓവർഹെഡ് കസ്റ്റിൽ തന്നിട്ടുണ്ടല്ലേ? എത്ര തന്ന്? 10,200. അത് 4 വീക്കിനല്ലേ? അപ്പോൾ അത് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? അപ്പോൾ കിനോട്ട് നമ്പർ ഏതാ? 3. എന്ത് കാണണം? ആക്ച്വൽ ഓവർഹെഡ്. പറയൂ മുത്തുമണികൾ, ആക്ച്വൽ ഓവർഹെഡ് എങ്ങനെ കാണാം? പറയൂ. 10,200 ഡിവൈഡഡ് ബൈ 4 × 48 എത്രയാ? 22,400. ഓക്കെ അല്ലേ? 1,22,400 ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? ഓവറാണോ അണ്ടറാണോ? ഓവർ അബ്സോർപ്ഷൻ. എത്ര? 2,400 എന്താ? ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. കഴിഞ്ഞു. നല്ല ക്വസ്റ്റ്യൻ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഐ ലവ് ഇറ്റ്. ഓക്കെ അല്ലേ? ചെയ്തൂടെ?